പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീരാമചന്ദ്ര ധനുസിൽ നിന്ന് മൃതിപ്രദമായ ശരപാതമേറ്റ് വീണുകിടക്കുന്ന ബാലിയെ പൂർണേന്ദുവദനയായ താര വീണ്ടും നോക്കി. ദേവേന്ദ്ര തുല്യനായ വാനരേന്ദ്രനെ കടപുഴങ്ങി വീണ മാമരം പോലെ കൊമ്പനാനയെപ്പോലെ ബാണം തറച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ സഹിക്കുവാൻ സാധിക്കാത്ത താപത്തോടെ താര ഗാഢ ആലിംഗനം ചെയ്ത് വീണു. വെന്തുരുകുന്ന ഹൃദയത്തോടെ വിലപിച്ചു തുടങ്ങി. യുദ്ധത്തിൽ ഘോര പരാക്രമമുള്ള മഹാവീര കപീശ്വര, യാതൊരു തെറ്റും ചെയ്യാത്ത ഈ ദുഃഖിതയോട് എന്താണൊന്നും മിണ്ടാത്തത്? വ്യാഘ്രതുല്യനായ പ്രഭോ, ഈ വെറും മണ്ണിൽ നിന്ന് എഴുന്നേൽക്കൂ, കിടക്കയിൽ കിടക്കൂ. രാജശ്രേഷ്ഠന്മാർ ഇപ്രകാരം നിലത്ത് കിടക്കാറില്ലല്ലോ. ഭൂപാലകനായ അവിടുത്തേക്ക് എന്നേക്കാൾ പ്രിയ ധരാദേവിയാണോ? ജീവൻ വെടിയുന്ന ഈ സന്ദർഭത്തിലും അവിടുന്ന് എന്നെ ഉപേക്ഷിച്ച് ഇവളെയാണല്ലോ ആലിംഗനം ചെയ്യുന്നത്. സദ്ധർമ്മങ്ങളിൽ കൂടി സ്വർഗത്തിൽ ഒരു മനോഹര നഗരം അവിടുന്ന് നിർമ്മിച്ചിരിക്കും. ഒരു പക്ഷേ കിഷ്കിന്ധയേക്കാൾ മനോമോഹനമായിരിക്കാം അത്. പ്രഭോ, ജീവനാഥ, തേനിൻ മണം എന്ന കാനനങ്ങളിൽ ഞങ്ങളോടുകൂടി കളിക്കുന്നത് അവിടുന്ന് തീരെ നിർത്തിക്കളഞ്ഞുവോ? ആശയും ആനന്ദവും അറ്റ ഞാൻ അഴലാഴിയിൽ ആണ്ടു കഴിഞ്ഞു. മഹാസൈന്യാധിപന്മാരുടെ നായകനായ വാനരേന്ദ്ര, ഇതിൽ നിന്ന് എന്നെ കരകയറ്റുവാൻ ആരുണ്ട്? എൻ്റെ ഹൃദയം എത്രമാത്രം കഠിനമാണ്. ഭർത്താവ് കൊലപ്പെട്ടു കിടന്നിട്ട് കണ്ടിട്ടും ദുഃഖാഗ്നിയിൽ ചുട്ടുപഴുത്ത ഹൃദയം പൊട്ടിത്തെറിക്കുന്നില്ലല്ലോ. നാഥ, ആലോചനാരഹിതനായി അവിടുന്ന് അനുജൻ്റെ പത്നിയെ തട്ടിപ്പറിച്ചു. അയാളെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചു. അതിൻ്റെ ഫലമാണ് അനുഭവിച്ചത്. അവിടുത്തെ ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്ന എൻ്റെ വാക്കുകൾ ഒട്ടും ശ്രദ്ധിക്കാതെ തട്ടി നീക്കി. രൂപയൗവനശാലികളായ ദേവനാരിമാരുടെ മനസ്സിനെ അവിടുന്ന് അപഹരിക്കും. എല്ലാറ്റിനും അറുതിയേകുന്നൊരു കാലമാണിത്. അതിബലശാലിയായ അവിടുന്ന് സുഗ്രീവന് അടിമപ്പെട്ടുവല്ലോ. വാനരേശ്വര, ഇന്ന് വരെയും ദുഃഖം എന്തെന്നറിയാതെ വളർന്ന ഞാൻ ദീനയും അനാഥയുമായി വൈധവ്യവും അഴലും വഹിക്കുന്നവളായി. നമ്മുടെ ഓമന മകൻ സുകുമാരനും സുഖോചിതനുമായ അംഗദൻ അച്ഛന് അരിശം വന്നാൽ എങ്ങനെ വിഷമിക്കാറുണ്ട്? ഉണ്ണി, അംഗദ, ധർമാത്മാവായ അച്ഛനെ കൺകുളിർക്കെ കണ്ടോളൂ. നിനക്ക് ഇനി പിതൃദർശനം ദുർലഭമായി കഴിഞ്ഞു. പ്രഭോ, മകനെ ആലിംഗനം ചെയ്ത് ശിരസിൽ മുകർന്ന് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കണേ. സത്യലോകത്തിലേക്ക് പോവുകയാണല്ലോ. അവിടുത്തെ നിഗ്രഹിച്ചതിൽ രാമൻ വലിയൊരു കൈയാണ് ചെയ്തത്. സുഗ്രീവനോട് ചെയ്ത പ്രതിജ്ഞ നിറവേറ്റി. കടം തീർന്നു. സുഗ്രീവ, അങ്ങ് കൃതാർത്ഥനായി. രുമ അധീനത്തിലായി കഴിഞ്ഞു. ശത്രുഭയരഹിതനായി രാജ്യം പരിപാലിക്കാം. അങ്ങയുടെ അഗ്രജൻ ശത്രുഹതനായി. ആത്മനാഥ, ഞാനിങ്ങനെ കരയുമ്പോൾ അവിടുന്ന് എന്താണ് ഒരു വാക്കുപോലും പറയാത്തത്? ഉത്തമങ്ങളായ പത്നിമാർ അനേകം പേർ അവിടുത്തെ ചുറ്റും നിൽക്കുന്നത് നോക്കൂ. ഹൃദയം പൊട്ടുന്നത് പോലെ താര കരയുന്നത് കേട്ട വാനര രാജാധരങ്ങളെല്ലാവരും ദീനദീനമായി നിൽക്കുന്ന അംഗദനെ നോക്കി ഉറക്കെ വിലപിച്ചു. പ്രഭോ, ഉണ്ണിയായ അംഗദനെ ഉപേക്ഷിച്ച് മഹാബാഹുവായ അവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? അസഹ്യ ദുഃഖത്തോടെ താര വീണ്ടും തുടർന്നു. അവിടുത്തെ പോലെ ഗുണങ്ങളൊത്ത പ്രിയപുത്രനെ ഉപേക്ഷിക്കുന്നത് തീരെ യോജിച്ചതല്ല. ഹേ സുകുമാരാംഗ, ഈ ഞാൻ അവിടുത്തേക്ക് എന്തൊരു അപ്രിയമാണ് ചെയ്തിട്ടുള്ളത്? അവിടുത്തെ പുത്രൻ എന്തെങ്കിലും തെറ്റു ചെയ്തുവോ? വ്യസനാർണവത്തിൽ മുഴുകിയ എന്നെയും ഉണ്ണിയെയും ഉപേക്ഷിച്ച് മഹാപരാക്രമിയായ അവിടുന്ന് എന്നേക്കും വിട്ടുപിരിയുകയാണോ? വാനരവംശാലങ്കാര ഭൂതനായ അവിടുത്തോട് അറിയാതെ എന്തെങ്കിലും അപരാധം ഈ ദുഃഖിത ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. കാൽക്കൽ വീണു വണങ്ങുന്ന ഇവളിൽ കരുണ തോന്നണേ. ഭർത്തൃസമീപത്തിൽ അനേകം വാനര സ്ത്രീകളും ഒത്തുനിൽക്കുന്ന താര അവാജ്യമായ വിധത്തിൽ ഉറക്കി കരഞ്ഞു. കുലീന വംശജാതയും അതിമനോഹരാംഗിയുമായ ആ മഹാറാണി ആത്മനാഥൻ കിടക്കുന്ന അവനീതലത്തിൽ ആയോപവേശത്തിന് ഒരുങ്ങി. ആകാശത്തിൽ നിന്ന് അപ്പോൾ പതിച്ചൊരു നക്ഷത്രം പോലെ ബാലിയുടെ സമീപത്തിൽ വീണുകിടക്കുന്ന ചക്രവർത്തിനിയെ കപി സൈന്യാധിപനാഥനായ ശ്രീ ഹനുമാൻ അർത്ഥപൂർണങ്ങളായ വാക്കുകൾ സമാശ്വസിപ്പിക്കുവാൻ തുടങ്ങി. ദേവി താരേ, അവനവൻ്റെ കർമ്മവാസന അനുസരിച്ചാണ് ജീവികളേതും വസിക്കുന്നത്. അറിഞ്ഞും അറിയാതെയും ജീവിതയാത്രയിൽ ചെയ്തതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ അനുഭവിച്ചേ തീരൂ. ചിലത് ജീവിതത്തിൽ, മറ്റു ചിലത് മരണാനന്തരം എന്നു മാത്രം. വെള്ളത്തിലെ കുമിളകൾ പോലെയുള്ള ജീവിതം. ദേവി, ദുഃഖിതയായ ഭവതിക്ക് ദുഃഖിതന്മാരിൽ എങ്ങനെ ദുഃഖിക്കാൻ സാധിക്കും? സ്വതവേ ധീനയായൊരുവൾ മറ്റൊരു ധീനയിൽ എങ്ങനെ കനിയും? സ്വന്തം വാസനാനുരൂപങ്ങളായ കടമകൾ ഏതൊരു ജീവന്റെയും മുന്നിൽ കുന്നുകൂടി കിടപ്പുണ്ട്. പുത്രനോട് കൂടി ജീവിക്കുന്ന ഭവതി അംഗദകുമാരനെ നോക്കണം. കുമാരൻ അനുഭവിക്കേണ്ട ഭാവി കാര്യങ്ങൾ ആലോചിക്കണം. ദേഹികളുടെ സ്ഥിതി ഇങ്ങനെ യാതൊരു വ്യവസ്ഥയും ഇല്ലാത്തതാണെന്ന് തികച്ചും അറിയാവുന്ന വിജ്ഞാനം ഭവതിക്കുണ്ട്.
ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.